നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദക്ഷിണാഫ്രിക്കയിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ വകഭേദം ലോകത്ത് 30 രാജ്യങ്ങളിലാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒമിക്രോൺ സ്ഥിരീകരിക്കുന്ന 30ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതേ തുടർന്ന് രാജ്യങ്ങൾ വിവിധ തരത്തിലുള്ള മുൻകരുതലുകളും യാത്രാ മാർഗനിർദ്ദേശങ്ങളും വീണ്ടും പുതുക്കിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഏകദേശം 200ഓളം രാജ്യങ്ങളിലുള്ളവർ താമസിക്കുന്ന UAE-യിൽ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആശങ്കയിലാണ് പ്രവാസികൾ. ഇവർ വിനോദത്തിനോ വ്യവസായത്തിനോ ലീവിനോ ആയി വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുമാണ്. ക്രിസ്മസ്, ന്യൂ ഇയർ അവധിക്കാലം കൂടി അടുത്തെത്തിയിരിക്കുന്നതിനാൽ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് അവരേർപ്പെടുത്തിയ യാത്രാ നിർദ്ദേശങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണമെന്ന് UAE അധികൃതർ അറിയിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസമാണ് കർണാടകയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിനാൽ തന്നെ ഡിസംബർ 15 മുതൽ തുടങ്ങാനിരുന്ന എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള വിമാന സർവീസുകളും ഇന്ത്യ ഗവൺമെന്റ് മാറ്റിവെക്കുകയായിരുന്നു. ഡൽഹി വിമാനത്താവളത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന യാത്രക്കാർ നിർബന്ധമായും അവരുടെ 14 ദിവസത്തെ യാത്രാ വിവരങ്ങൾ ഇന്ത്യയുടെ പോർട്ടലായ എയർ സുവിധ പോർട്ടലിൽ രേഖപ്പെടുത്തണം എന്നും അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു. കൂടാതെ യാത്ര ചെയ്യുന്നതിന് 72 മണിക്കൂർ മുമ്പ് എടുത്ത RT-PCR സർട്ടിഫിക്കറ്റും എയർ സുവിധ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം കേരളത്തിലെ വിമാനത്താവളത്തിലെത്തുന്നവർ നിർബന്ധമായും കോവിഡ് പരിശോധന നടത്തിയിരിക്കണം. പരിശോധനയിൽ പോസിറ്റീവ് ആകുന്നവർ ആശുപത്രിയിൽ കഴിയണമെന്നും അധികൃതർ നിർദ്ദേശം നൽകുകയുണ്ടായി. അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്നെത്തുന്നവരാണെങ്കിൽ തന്നെ കോവിഡ് പരിശോധനയിൽ നെഗറ്റീവ് ആണെങ്കിലും 7 ദിവസം ക്വാറന്റൈനിൽ പ്രവേശിക്കേണ്ടതാണ്. ശേഷം 7ാമത്തെ ദിവസം ഇന്ത്യൻ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന രീതിയിൽ കോവിഡ് ടെസ്റ്റ് നടത്തണമെന്നും ഇതിനുശേഷം നെഗറ്റീവ് ആണെങ്കിൽ വീട്ടിലേക്ക് മടങ്ങാമെന്നും അധികൃതർ അറിയിക്കുകയും ചെയ്തു. വിമാനത്താവളത്തിലെത്തുന്നവരെ ഡ്രൈവർക്ക് മാത്രമേ കൊണ്ടുവിടാനും കൂട്ടാനുമുള്ള അനുമതി നൽകിയിട്ടുള്ളത്. വിമാനത്താവളത്തിൽ നിന്നും യാത്രക്കാരനെ കൊണ്ടുപോകുന്ന ഡ്രൈവർ നിർബന്ധമായും മാസ്കും ഫേസ് ഷീൽഡും ധരിച്ചിരിക്കണമെന്നും അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഫിലിപ്പീൻസ് UAE ഗ്രീൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുമ്പെടുത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം. കൂടാതെ 14 ദിവസം ക്വാറന്റൈനിൽ പ്രവേശിച്ചിരിക്കണം എന്നും അധികൃതർ അറിയിച്ചു. 5ാം ദിവസം സാമ്പിൾ പരിശോധനയും വേണം. കുട്ടികളുടെ ഒപ്പം യാത്ര ചെയ്യുന്ന രക്ഷിതാക്കളും കുടുംബവും അവരെ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഒമിക്രോൺ സ്ഥിരീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഫിലിപ്പീൻസിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദു ചെയ്തിരുന്നു. ലഭ്യമാകുന്ന വിവരമനുസരിച്ച് UK-യിലേക്ക് യാത്ര ചെയ്യുന്നവർ നിർബന്ധമായും കോവിഡ് നെഗറ്റീവ് RT-PCR റിസൾട്ട് കോപ്പി, അവരുടെ വാക്സിനേഷൻ സ്റ്റാറ്റസ് എന്നിവ അടങ്ങുന്ന കാര്യങ്ങൾ കരുതണമെന്നും UK മന്ത്രാലയം അറിയിച്ചു. 12 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും പുതിയ നിയമം ബാധകമായിരിക്കുന്നതാണ്. UAE റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നൈജീരിയയിൽ നിന്നും വരുന്ന യാത്രക്കാർ നിർബന്ധമായും 10 ദിവസം ക്വാറന്റൈനിൽ പ്രവേശിക്കണം. വിമാനം ഇറങ്ങിയ ശേഷം കോവിഡ് നെഗറ്റീവ് ആകുന്നതുവരെ ക്വാറന്റൈനിൽ പ്രവേശിക്കേണ്ടതാണ്. പാകിസ്ഥാനിൽ 6 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്ക, നമീബിയ, മൊസാംബിക്കു, ലെസോത്തോ, എസ്വാത്തിനി, ബോൾസ്വാന എന്നീ രാജ്യങ്ങൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒക്ടോബർ 1 മുതൽ വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് പാകിസ്ഥാനിൽ പ്രവേശനം നിരോധിച്ചിരുന്നു. അമേരിക്കയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് എല്ലാവരും കോവിഡ് പരിശോധിക്കണമെന്ന് അമേരിക്കൻ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ട്രെയിനിലും ബസ്സിലും വിമാനത്തിലും പൊതുനിരത്തുകളിലും അമേരിക്കയിൽ മാസ്ക് നിർബന്ധമാക്കി. UAE-യിൽ നിന്നുൾപ്പെടെ അമേരിക്കയിലേക്ക് പോകുന്നവർക്ക് നാളെ മുതൽ പുതിയ നിയമങ്ങൾ ബാധകമായിരിക്കും. മുഴുവൻ വാക്സിൻ സ്വീകരിച്ചവരും അമേരിക്കയിൽ പ്രവേശിച്ചാൽ ക്വാറന്റൈൻ നിർബന്ധമായിരിക്കും. ഒമിക്രോൺ സ്ഥിരീകരിച്ചപ്പോൾ തന്നെ അതിർത്തികൾ അടച്ച രാജ്യമാണ് ഇസ്രായേൽ. അതേസമയം മറ്റ് രാജ്യങ്ങളിലേക്ക് ഇസ്രായേലിൽ നിന്ന് പോകാൻ അനുവാദമുണ്ട്. ജപ്പാൻ നവംബർ 29 മുതൽ അവരുടെ മാർഗനിർദ്ദേശം പുതുക്കിയിരുന്നു. വിദേശ വിനോദസഞ്ചാരികളെയും ജപ്പാൻ പൗരന്മാരല്ലാത്ത ബിസിനസ്സുകാരെയും ജപ്പാനിലേക്ക് വരുന്നത് തടഞ്ഞിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഓസ്ട്രേലിയൻ പൗരന്മാർക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നാൽ അവർ 14 ദിവസം ക്വാറന്റൈനിൽ കഴിയേണ്ടതാണ്. ഇത്തരത്തിൽ നിർദ്ദേശങ്ങളാണ് ഓരോ രാജ്യങ്ങളും മുൻപോട്ട് വയ്ക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.